എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടറാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റോസ്മേരി പ്ലാന്റിനെ കുറിച്ചാണ്. അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം റോസ്മാരിനോസ് ഒഫീഷ്യനാലിസ് എന്നാണ്. മറ്റൊരു ബൊട്ടാണിക്കൽ നെയിമും കൂടി പറയുന്നുണ്ട്, സാൽവിയ റോസ്മാരിനോസ് എന്നും. ഇതിൻ്റെ ഫാമിലി ലാമിനേസിയ ഫാമിലിയാണ്. മിൻറ്റ് ഫാമിലിയിൽപ്പെട്ട ഒരു ഔഷധച്ചെടിയാണിത്. ബഹുവർഷിയായിട്ടുള്ള കുറ്റിച്ചെടിയാണ്. ഇതിന് ഏകദേശം 2 മീറ്റർ ഹൈറ്റിൽ വളരുന്നു. ഇത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ഉത്ഭവം. ഇത് വളരാൻ തുടങ്ങിയത് അവിടെയാണ്. ഇപ്പോൾ യൂറോപ്പിലും കാണുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് മറ്റ് രാജ്യങ്ങൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ ഇത് ഉണങ്ങിയ ഈ റോസ്മേരി പ്ലാന്റ് കയറ്റുമതി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം കേരളത്തിൽ അടുത്തിടെ പ്രചാരമായ ഒരു അലങ്കാര ചെടിയാണിത്. കേരളത്തിൽ ഇപ്പോൾ പ്രചാരത്തിലിരിക്കേണ്ടത് സൂചി പോലെയുള്ള ഇലയാണ്, തീക്ഷ്ണമായിട്ടുള്ള ഗന്ധമാണ് ഇതിന്. വെള്ളപ്പൂക്കൾ, പിങ്ക്, പർപ്പിള്, ബ്ലൂ ഇങ്ങനെ തരത്തിലുള്ള പൂക്കളുണ്ട്. അതിലേറ്റവും കോമൺ ആയിട്ടുള്ളതാണ് നീലപ്പൂക്കൾ, ബ്ലൂ ഫ്ലവേഴ്സാണ്. തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഇല്ല. അതിൻ്റെ ഇല എടുത്ത് നന്നായിട്ട് തിരുമ്മി മണത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മണമാണ്, നല്ല സുഗന്ധമാണ്. ഇലയിൽ നിന്നാണ് ഒരു ഓയിൽ ഉണ്ടാക്കുന്നത്. അത് മെഡിസിൻ ഉണ്ടാക്കാനും ഒക്കെ അത് ഏറെ ഉപയോഗിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉണങ്ങിയിട്ട് അത് ഉപയോഗിക്കുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ ആയിട്ട് ഉണങ്ങിയ റോസ്മേരി പ്ലാന്റ് സുഗന്ധവ്യഞ്ജനങ്ങളിൽ നമ്മൾ ചേർത്ത് കാണുന്നുണ്ട്. പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ, മാംസം പാകം ചെയ്യുമ്പോൾ, മത്സ്യം പാകം ചെയ്യുമ്പോൾ, സലാഡ്സിൽ, സൂപ്പിൽ, പിസ്സയിൽ, പാസ്റ്റയിൽ ഇതിനൊക്കെ മണം കിട്ടാനും രുചി പകരാനുമായിട്ട് ഈ റോസ്മേരി പ്ലാന്റിൻ്റെ ഇലകൾ, ഉണങ്ങിയ ഇലകൾ ഉപയോഗിക്കുന്നു. ഇതിലെന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻസ്, ചേരുവകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ B6 റിച്ച് ആയിട്ടുണ്ട്, സി ഉണ്ട്, ഇരുമ്പ് സത്തുണ്ട്, കാൽസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് ത്വക്കിൻ്റെ ചുളിവിനെയും വാർദ്ധക്യത്തെയും ഒക്കെ ഇത് തടയും. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഗുണമുണ്ട് എന്ന് പറഞ്ഞാൽ നീർവീഴ്ചയെ, നീർക്കെട്ടിനെ തടയുന്ന ഗുണം ഇതിനുണ്ട്. സ്ട്രെസ്സിനെ അകറ്റുന്നു. ഹോർമോൺ ഇംബാലൻസ്, അതായത് ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥയെ ഇത് ഇല്ലാതാക്കുന്നു. അതായത് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്ന്. ഇതിൻ്റെ ഇല, തണ്ട്, പൂവ് എന്നിവ വാറ്റിയാണ് ഈ റോസ്മേരി ഓയിൽ ഉണ്ടാക്കുന്നത്. ഇത് മുടിയെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഓർമ്മശക്തിയെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓർമ്മശക്തിക്കും ഉത്തമമാണിത്. ഇത് ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്നു. താരണഹിതമാണ്. ആൻറ്റി മൈക്രോബിയൽ ഗുണം ഉള്ളതുകൊണ്ട് അണുബാധയെ ശമിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുറിവുകളെ ഉണക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് റോസ്മേരി പ്ലാന്റിൻ്റെ ഓയിലിനുണ്ട്. ഇനി റോസ്മേരിയുടെ ഇല ഉപയോഗിച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കും, അത് ഏകാഗ്രതയെ വർദ്ധിപ്പിക്കും, അത് രക്തശുദ്ധിക്ക് സഹായിക്കുന്നതുമാണ്. റോസ്മേരി ഓയിൽ നമ്മൾ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് ഒരു സ്വല്പം ചേർത്തിട്ട് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറെ ഉത്തമമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ 10 മുതൽ 20% വരെ കർപ്പൂരം അല്ലെങ്കിൽ ക്യാംഫർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വെള്ളം അധികം വേണ്ട, ഇത് വളരാനായിട്ട് വെള്ളം അധികം വേണ്ട. മഴ അധികമായാൽ ഇത് ചീഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം അധികം ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. ഇല ഉണക്കിപ്പൊടിച്ച് ആയിട്ട് അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് മുടി വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് എണ്ണ കാച്ചിയും നമ്മൾ ഉപയോഗിക്കുന്നത് മുടിക്ക് ഉത്തമമാണ്. ഇൻഡോർ പ്ലാന്റായിട്ട്, അതായത് നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ വെക്കുന്നത് ഇതിൻ്റെ മണം കൊണ്ട് ഈ ദുർഗന്ധത്തെ അകറ്റുന്നുണ്ട്. അത് ഉറക്കത്തെ സഹായിക്കുമെന്നാണ് പറയുന്നത്. വേനൽക്കാലത്തും മഴക്കാലത്തും അത് നന്നായിട്ട് വളരും. എന്നാൽ മഞ്ഞുകാലത്ത് ഇതിൻ്റെ വളർച്ച മുരടിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയിൽ ഇത് രാത്രി അടുക്കളയിൽ ക്ലീൻ ചെയ്തിട്ട് ഒരു റോസ്മേരി പ്ലാന്റ് അടുക്കളയിൽ വെച്ച് പോയി കഴിഞ്ഞാൽ ആ അടുക്കളയിലത്തെ സ്മെല്ലൊക്കെ കളയാനായിട്ടുള്ള ഒരു പ്രത്യേക ക്വാളിറ്റി ഇതിനുണ്ട്. ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിൻ്റെ തണ്ടിൽ നിന്ന് വേര് വരും. അത് ആ തണ്ട് മണ്ണിൽ കുഴിച്ചിട്ടാണ്, ആ തണ്ട് വെട്ടിയിട്ട് മണ്ണിൽ കുഴിച്ചിട്ടാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ റോസ്മേരി പ്ലാന്റ് വളരെ ഉപയോഗയോഗ്യമായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണ്.
അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഏറെ ഉപകാരപ്രദമാണ്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.